അതിനുള്ള തെളിവെടുത്ത് നോക്കും. ഇനി ഞാനൊരു കാര്യം, ഞാൻ ഇത് വെല്ലുവിളിയല്ല, ഞാൻ ഉള്ള കാര്യം പറയണ. ഇനി നിങ്ങളെ ഞാൻ ക്ഷമിക്കുക, എനിക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടുക. ഇനി ഒരു വാക്ക് പറഞ്ഞു വന്നാ ഞാൻ എല്ലാം ഞാൻ നിർത്തും, ഉള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഇനി അതിനെന്ത് ശിക്ഷ കിട്ടിയാലും ഞാൻ അത് അനുഭവിക്കാനോ ചെയ്യും. ഇത് ഉറപ്പാണേ. മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ കുഞ്ഞാറ്റയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ അമലെന്ന് പറയുന്നവൻ്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ആ ഒരു പെൺകുട്ടി ആ ഒരു വീഡിയോയ്ക്കകത്തൂടെ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അമൽ രംഗത്ത് വന്നിരിക്കുവാണ്. കുഞ്ഞാറ്റയ്ക്കെതിരെ കുറേ കാര്യങ്ങൾ വന്നിരുന്ന് പറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് വന്നിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്, പിന്നെ വായി തോന്നുന്ന എന്തൊക്കെയോ തോന്നിവാസങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം എന്താണ് അമലിന് പറയാനുള്ളതെന്ന്. ഇനി 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 ഞാൻ ഒരു കാര്യം മിണ്ടാതിരുന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇത് ക്ലാരിഫിക്കേഷൻ തന്നില്ലെങ്കിൽ എന്റെ ലൈഫ് ഞാൻ ഒരാളെ വിവാഹം കഴിച്ചപ്പോ തൊട്ട്, അല്ലെങ്കിൽ അയാളെ നിങ്ങൾ 2019 ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത്. അതും വീട്ടിൽ നിന്ന് ഒരു കാര്യമില്ലാണ്ട് ജസ്റ്റ് എന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ, എന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ ഒരു ബാഗാലി ഇറങ്ങിപ്പോന്ന ഒരാളാ. ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി വന്ന എന്റെ ഡിഗ്രിക്ക് സപ്ലൈ കിട്ടാൻ കാരണം തന്നെ പോലീസ് സ്റ്റേഷൻ, പെരുമ്പാവൂർ പോലീസ്. ഈ പറയുന്നതെന്ന് ഇവരെ തന്നെ അറിയത്തില്ല. എന്തായാലും സമനില തെറ്റിയിരിക്കുക. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നീ ഇനി എന്തെല്ലാം വന്ന് പറഞ്ഞിട്ടും ഇവിടെ ഒരു രീതിയിൽ ഒരു മനുഷ്യരും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്താണ് സംഭവം എന്ന് ഇവിടെ വിവരമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇനി ഇതുവരെയും ബോധം വയ്ക്കാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇവൻ കുറേ പെൺകുട്ടികളുടെ അടുത്തൊക്കെ ചെന്ന് അനാവശ്യമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരതേപോലെ കൊണ്ട് ചെന്ന് ഈ കുഞ്ഞാറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ടും വോയിസും എല്ലാം ഞങ്ങളെല്ലാവരും കേട്ടതാണ്. പിന്നെ ഞങ്ങളായിട്ട് ഇതൊന്നും കൊണ്ടുവന്ന് വെളിയിൽ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോലീസും കേസും വേറെ പ്രശ്നത്തിലോട്ടൊക്കെ പോകും. കാര്യം അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്തെങ്കിൽ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അത് പുറത്ത് വിടുകയോ, അല്ലെങ്കിൽ ഇവ മോശമായിട്ട് സംസാരിച്ച ആ പെൺകുട്ടികളെയും കൊണ്ട് ഇവൻ്റെ പേരിൽ കേസ് കൊടുക്കുകയോ അങ്ങനെയൊക്കെ വല്ലതും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് നീ ഇനി എന്തെല്ലാം ന്യായീകരണം പറഞ്ഞാലും ഇവിടെ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. സ്റ്റേഷനകത്ത് എത്ര തവണ പോലീസ് സ്റ്റേഷൻ കയറ്റിയിട്ടുണ്ടെന്നറിയോ? അതെല്ലാം അനുഭവിച്ച്, എല്ലാം മനസ്സിലാക്കി, എല്ലാം ഉൾക്കൊണ്ടും ഞാൻ എന്റെ ആഗ്രഹങ്ങളെ വിട്ട്, എന്റെ വീട്ടുകാരെ വെറുപ്പിച്ച്, എന്റെ ബന്ധുക്കളെ വെറുപ്പിച്ച്, ഞാൻ ഒരു പൈതികനാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഈ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ഉണ്ട്. നിനക്ക് മാത്രമല്ല, നിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ആ പെൺകുട്ടിക്ക് നേരിട്ടതിൻ്റെ പേരിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. നീ ഒരു മനുഷ്യനാണോ ഇത്രയും തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് വന്നിരുന്ന് ന്യായീകരിക്കാനായിട്ട്? പള്ളി സെമിനാരിയിൽ വരെ വന്ന് നിന്നൊരാളാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു, ഞങ്ങൾ യാക്കോബിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാം, അതൊരിക്കലും ഒരു തെറ്റല്ല എന്ന് ഓർത്ത് ഞാൻ ആ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ഞാൻ ആ പെണ്ണിന് വാക്ക് കൊടുത്തോണ്ട് എന്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പല വേണ്ടപ്പെട്ട ആൾക്കാരും, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, വേണ്ടപ്പെട്ട ആൾക്കാരും എന്റെ അടുത്ത് പറഞ്ഞു, അവള് മരിച്ചാലും അവളെ ചങ്ങലക്കിട്ടാലും അവൾ എന്ത് ചെയ്താലും നീ പേടിക്കേണ്ട കാര്യമില്ല, നിനക്ക് തന്നെ കെട്ടിച്ച് തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും കെട്ടിച്ച് നീ അങ്ങനെ അവൾ എന്ത് ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു പെണ്ണിന് വാക്ക് കൊടുത്തതാ. നീ ഇത്രയും ആത്മാർത്ഥമായിട്ട് ആ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചെങ്കിൽ പിന്നെ എന്തിന് ഈ തെമ്മാടിത്തരം ചെയ്തു? അതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തിനാണ് ഈ ബാക്കിയുള്ള പെണ്ണുങ്ങളെ തേടി പോകേണ്ട കാര്യം? അതല്ലേ ഏറ്റവും വലിയ ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? കാര്യം ഇവിടെ ഈ എവിഡൻസുകൾ കംപ്ലീറ്റും ഈ അമലെന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആണ്. ഇതുപോലെ മനസ്സിലാക്കാതെയാണ് കുറേ ആൾക്കാരൊക്കെ വന്നിരുന്ന് നെഗറ്റീവ് കമൻ്റ് ഇടുന്നത്. വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന സ്ക്രീൻഷോട്ടും വോയിസും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റം ചെറ്റത്തരമാണ് ഇവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. വാക്കൊടുത്ത് ഞാനൊരു വൈദികനായിട്ട് ആളുകൾക്ക് സമാധാനം കൊടുക്കുമ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഒരു സമാധാനം ഉണ്ടാവുമോ? ഇല്ല. അതിന്റെ പേരിൽ തന്നെ ഞാൻ ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഞാൻ ഒന്നും മേടിക്കാണ്ട് 2019 ഞാൻ നമ്മുടെ പെരുമ്പാവൂർ എന്നെ എത്ര തവണ ഇറക്കി വിട്ടുന്നറിയോ? എത്ര തവണ ഇറക്കി വിട്ടു? ഞാൻ അതിലോട്ടൊന്നും കടക്കണില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഇറക്കി വിട്ടിട്ടുണ്ടായത് നിന്റെ കയ്യിലിരിപ്പാണ്, അല്ല എന്തുവാണ് കാര്യം? ഈ സംസാരിക്കുന്ന വ്യക്തിയൊന്നും അല്ല ചാറ്റിനകത്ത് സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ അതൊന്ന് കാണണം. ഇവൻ്റെ ചാറ്റിൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വളരെ രീതിയിൽ മോശമായിട്ട് ഇവൻ സംസാരിക്കുന്ന ഒരു ചാറ്റുണ്ട്. ആ ചാറ്റൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിൻ്റെ ഈ ഒരു ഇമേജൊക്കെ അങ്ങ് മാറും. എന്തായാലും ആദ്യം അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ നോക്ക്, അതിനുശേഷം ഈ നാട്ടുകാരെ ബോധിപ്പിക്കാൻ നോക്ക്. 18 ഞാൻ 19 ഞാൻ രജിസ്റ്റർ ചെയ്ത, എന്നിട്ട് ഹോസ്റ്റലിൽ കാര്യങ്ങൾ എറണാകുളത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പട്ടിയെ പോലെ ഞാൻ എത്തിയിട്ടുണ്ട്. ഈ വേണ്ട, ഞാനൊരു കാര്യം പറയാം, ഞാൻ പറഞ്ഞ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളാവും. എനിക്ക് ഒരിക്കലും ഒരാളെ നാണം കെടുത്തണമെന്നില്ലാത്തതുകൊണ്ടാണ് ഉള്ള നാണക്കേടുകൾ മൊത്തം ആ പറഞ്ഞ വ്യക്തികൾ പറയുന്ന എല്ലാ സൈറ്റും മിണ്ടാണ്ട് ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഒതുങ്ങി പോകാൻ നോക്കണേ. എന്നെ ഇങ്ങനെ ഇട്ട് ടോർച്ചർ ചെയ്യെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞേ പറ്റൂ. എനിക്ക് അത്രയും വിഷമമുണ്ട്. നിന്റെ ഭാഗത്തിനായ ഉണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും പറ, ഞങ്ങളെല്ലാവരും അതെടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ ഇപ്പോൾ എവിടെയാണ് നിന്റെ ഭാഗത്തിനായം? കാര്യം ഒരുപാട് പെൺകുട്ടികളുടെ അലിഗേഷനാണ് വന്നിരിക്കുന്നത്. കാര്യം അമൽ പോയി പേഴ്സണലി മെസ്സേജ് അയച്ച് മോശമായിട്ട് സംസാരിച്ചിരിക്കുന്നതൊക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ടും വോയിസുകളും ഉൾപ്പെടെ ഈ പറയുന്ന നിൻ്റെ സ്വന്തം ഭാര്യ കേൾക്കുമ്പം ആ ഭാര്യയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നീ ഇപ്പോൾ ഇതിനകത്ത് വന്നിരുന്ന് ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നു. അതായത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഇതൊന്നും അല്ല സത്യം, ഇതാന്നൊക്കെ. നിൻ്റെ ഭാഗത്ത് എന്ത് തെളിവുകളുണ്ട്, എന്ത് തേങ്ങയുണ്ട് നിൻ്റെ ഭാഗത്ത്?
അത്രയും വിഷമമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. ആ വ്യക്തി വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എനിക്ക് എന്റെ കൂടെ ജീവിച്ചെങ്കിൽ വൈറലായിട്ട് എന്താ ഇൻഫ്ലുവൻസ്. എനിക്കൊരു കുഷ്ടമില്ല. എനിക്ക് വൈറൽ ഫീവർ അല്ല ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് ഇതുവരെയും പിടിയിട്ടിട്ടില്ല. കൂടെ താമസിച്ച് കഴിഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻ വരുമെന്ന് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അത് പറയുന്നില്ല. അതായത് നിന്റെ ക്യാരക്ടർ അങ്ങനെയാണ്, അങ്ങനെയുള്ള പ്രവർത്തികളെ കാണിച്ചെന്നാണ് ആ പെൺകുട്ടി ഉദ്ദേശിച്ചത്. ഒരു കുഷ്ടമില്ല. പിന്നെ 2023 ഈ പറയുന്ന വ്യക്തി കാണിച്ച തെണ്ടിത്തരം എന്നാന്നുള്ളത് ഞാൻ ഇതിവിടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ സത്യമായിട്ട് ഞാൻ പറയും. എന്റെ കയ്യിൽ തെളിവുണ്ട്. ഞാൻ അതിനുള്ള ആളുകളെയും വെച്ച് ഞാൻ വീഡിയോ വരെയും ചെയ്യും. ഈ പുള്ളിക്കാരത്ത് കാണിച്ച പരിപാടി എന്നാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഈ വ്യക്തി. നീ ധൈര്യമായിട്ട് പുറത്തു വിട്. ഈ പെൺകുട്ടി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെളിവുകൾ നീ എന്ത് തേങ്ങ പുറത്തു വിടാനാണ്? ഒരിക്കലും അമൽ ചെയ്ത കണക്കുള്ള ഒരു പ്രവൃത്തി കുഞ്ഞാറ്റ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നീ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പുറത്തു വിട്. പക്ഷേ നീ ഒരെണ്ണം പുറത്തു വിടുമ്പോൾ നീ ആലോചിക്കേണ്ടത് ഓപ്പോസിറ്റ് 10 എണ്ണം പുറത്തു വിടാൻ നിനക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. കാര്യം അമ്മാരി രീതിയിലുള്ള അലിഗേഷനാണ് നിന്നെ പറ്റിയിട്ട്. എന്തുവാടെ ഇതൊക്കെ? ഒന്നെങ്കിൽ ഈ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ നോക്കുക, അല്ലെങ്കിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഈ അമൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ചാറ്റും കാര്യങ്ങളും എല്ലാം അത്ര ഗതികെട്ട് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് അങ്ങ് പുറത്തു വിടും. അപ്പം നിന്റെ ഈ ഒരു പ്രശ്നം അങ്ങ് തീർന്നോളും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു. ഓക്കെ, പ്രശ്നം തീർന്നേ. എന്തായാലും അവ അംഗീകരിച്ചിട്ടുണ്ട്, അവ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന്. പിന്നെ നീ എന്തിനാണ് ഈ ഒരു വീഡിയോ ഇട്ടത്? പിന്നെ എന്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ പുറത്താണ് നീ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്? നിനക്കറിയാം നീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഈ ഒരു വീഡിയോയുടെ കാര്യം വിട്. ഒരുപാട് വീഡിയോ നിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, പല രീതിയിലും വന്നിരുന്ന് ന്യായീകരിക്കുന്ന രീതിയിൽ. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കഴിവതും വായടച്ച് മിണ്ടാതിരിക്കുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഞാനത് അംഗീകരിക്കുന്നു. 2023 ഈ പറയുന്ന വ്യക്തി ഈ ഡിവോഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ പുള്ളിക്കാരി അതിന്റെ ബേസ് ചെയ്ത് ഈ പുള്ളിക്കാരൻ ഉണ്ടാക്കിയതാ. എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടുകാരാണ്, എന്റെ അപ്പനും അമ്മയുമാണ്. എന്റെ അപ്പനും അമ്മയാണ് ഇവളുടെ കൈയും കാലും പിടിച്ചത്. ഇവള് പറഞ്ഞു ഒറ്റപ്പാടും ബഹളം ഉണ്ടാക്കി ഇവള് ചാവും അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്റെ അപ്പനും അമ്മയും തന്നെയാണ് പറഞ്ഞത്, മോളെ അവനൊരു അവസരം കൊടുക്ക്. എനിക്ക് അവസരം കൊടുത്തതല്ലേ? അവസരം കൊടുത്തിട്ട് നീ ഇമ്മാര് തെമ്മാടത്തരമല്ലേ കാണിക്കുന്നത്? മൂലം ഈ ലോകത്ത് ഏത് പെണ്ണുങ്ങൾ സഹിക്കും? ഒരേ സമയത്ത് വേറെ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാക്കുക എന്ന് പറയണത് ഒരു പെൺകുട്ടികളും സഹിക്കത്തില്ല. ഇനിയിപ്പോൾ ആണുങ്ങളായാൽ തന്നെ വേറെ പെണ്ണുങ്ങൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വെച്ച് കഴിഞ്ഞാൽ പോലും സഹിക്കത്തില്ല. ഒരു മനുഷ്യനും സഹിക്കത്തില്ല. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഇവനെയൊക്കെ അവനൊരു അവസരം കൊടുക്കുക. പറ്റിപ്പോയതായിരിക്കാം. കാരണം ഞങ്ങൾ ജീവിച്ചപ്പോൾ തൊട്ടുണ്ടായ അനുഭവങ്ങൾ എന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. എന്റെ കൂട്ടുകാർക്ക് അറിയാം. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ പറയുന്ന വ്യക്തിക്ക് ചങ്കി കൈ വെച്ചിട്ട് പറയാൻ പറ്റുമോ? ഒരു തുള്ളി പോലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചങ്കി കൈ വെച്ച് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. നീ പിന്നെ ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തി പോസ്റ്റ് ഇട്ടു. ഓഗസ്റ്റ് 4-ാം തീയതി ആണ് ഈ പ്രശ്നം ഉണ്ടായത്. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ ചാറ്റും കാര്യങ്ങളും കിടക്കണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ലീഗിൽ പോകുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് ചെയ്യേണ്ടതൊന്നുമല്ല. ഇവൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പം നിൽക്കുന്ന വേറെ കുറച്ച് പെൺകുട്ടികളുണ്ട്. അതായത് ഈ തെളിവും കാര്യങ്ങളൊക്കെ ഈ കൊണ്ടുവന്ന് കുഞ്ഞാറ്റയ്ക്ക് കൊടുത്തേ ആ പെൺകുട്ടികൾ ഇവൻ്റെ എഗെയിൻസ്റ്റ് കൊണ്ടുവന്ന് കേസ് കൊടുക്കുക, ഇവനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന്. എങ്കിലേ ഇവൻ്റെ ഈ ഒരു പ്രശ്നം തീരത്തുള്ളൂ. ഇവൻ്റെ സമനില കംപ്ലീറ്റും തെറ്റി നിൽക്കുവാണ്. അവനെ നീ എന്ന് പറയുന്നൊരു വ്യക്തി ഇപ്പോൾ ഇവിടെ കുറ്റക്കാരനാണ്. അത് നീ ആദ്യം മനസ്സിലാക്കുക. ഇനി എന്തെല്ലാം വന്നിരുന്ന് പറഞ്ഞിട്ട് ഇവിടെ യാതൊരു പ്രയോജനവുമില്ല. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാ പറഞ്ഞേക്കുന്നുള്ളത്. ഞാൻ പലരുടെയും ഞാൻ കേൾപ്പിച്ചു തരാം. കാണിച്ചു തരാം. ഞാനൊരു കാര്യം പറയാം. എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഒരാളെ ഇത് കാണിച്ചോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇതായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ അങ്ങനെ നടന്നിട്ടില്ല. ഈ പറയുന്ന വ്യക്തി അല്ലാണ്ട് വേറെ ആരെങ്കിലും ഞാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ ഒരു വീഡിയോ ചെയ്താ നിങ്ങൾ പറയുന്ന എല്ലാ കുറ്റങ്ങളും അനുഭവിച്ച് ഞാൻ ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാ. ഞാൻ പൊക്കോളാം. എനിക്ക് ആരെങ്കിലും വന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അമൽ തീർച്ചയായിട്ടും ആ ഒരു തെറ്റ് ഏറ്റു പറഞ്ഞോളാം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ പെൺകുട്ടികൾ നേരിട്ട് വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ കേട്ട 1-2 വോയിസ് ഉണ്ട്. ഇത് കണക്ക് ഇവ മോശമായിട്ട് ഇവൻ സംസാരിക്കുന്ന ഒരു ചാറ്റ്, അതിനകത്ത് ആ ഒരു പെൺകുട്ടിയൊക്കെ തിരിച്ച് റിയാക്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് കഴിവതും ആ ചാറ്റുകളും ആ വോയിസും പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാര്യം ഇവൻ്റെ വായ അങ്ങ് അടയ്ക്കുമല്ലോ. പിന്നെ ഇവൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവൻ തന്നെ അത് ഏറ്റു പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത്, ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന്. കുഴപ്പമില്ല, ഞാൻ ചെയ്തതിന് ഞാൻ അനുഭവിച്ചോളാം. പക്ഷേ ഈ കാട് അടച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള വർത്താനം പറഞ്ഞു നിന്നാൽ ഇനി ഞാൻ സഹിച്ചോണ്ട് നിൽക്കില്ല. ആർക്ക് വേണ്ടി ഞാൻ സഹിച്ചോണ്ട് നിൽക്കില്ല. ഞാൻ 8 വർഷം 10 വർഷം ഞാൻ സഹിച്ചു. ഞാൻ ഇപ്പൊ ഇത്ര ഒച്ച പറയണ്ടെന്ന് വെച്ചാൽ അത്രയും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുള്ളവർ തന്നെ ഞാൻ ഈ പറയുന്നത്. ഒരു ആണാണെന്ന് പറഞ്ഞ് എല്ലാം പറയുന്നതൊക്കെ ഒരു മര്യാദയില്ലേ? ഈ പറയുന്ന വ്യക്തികൾ
ഈ ഡിവോഴ്സിന്റെ പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഇത് എന്നുണ്ടായ കേസാ? ഈ 2023 ഞാൻ പറഞ്ഞല്ലോ, ആ പ്രശ്നം നോക്കുമ്പോൾ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ആ ഡിവോഴ്സിന് കൊടുത്തു, കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ എന്റെ മൊത്തത്തിൽ മാറിയൊരു വ്യക്തിയാണ് ഞാൻ. തെറ്റുകൾ പറ്റാം, അത് മനസ്സിലാക്കി, അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ഞാൻ അത്രത്തോളം മാറാൻ ശ്രമിച്ചു, അത്രത്തോളം നിന്നൊരു വ്യക്തിയാണ്. ഇത് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ലെങ്കിൽ രണ്ടുപേരും ഡിവോഴ്സ് ആയിട്ട് മാറുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാര്യം ഇവിടെ എത്ര ചാൻസ് കൊടുത്തിട്ടും അമലെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരു കാരണവശാലും നന്നാവുന്നില്ല എന്നുള്ള രീതിയിലാണ് രാവിലെ കുഞ്ഞാറ്റയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതായത് അവർ അത്രയും മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന്. അവർ വാടകയ്ക്ക് താമസിച്ച് അവിടുത്തെ ഹൗസ് ഓണറിൻ്റെ അടുത്ത് വരെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ പറയുമെന്നാണ് പറയുന്നത്. ഇവനിൽ നിന്ന് അനുഭവിക്കുന്നതിൻ്റെ എക്സ്ട്രീം അനുഭവിച്ച് എന്നിട്ടും ഇവൻ വന്നിരുന്ന് എന്ത് യോഗ്യതയുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്? ഇവൻ എന്ത് യോഗ്യതയുണ്ട്? നിങ്ങൾ തന്നെ പറ. എനിക്ക് ആ ആളുകൾ ഈ ഡിവോഴ്സിന്റെ കഴിഞ്ഞപ്പോൾ പോയി പറഞ്ഞു, എനിക്ക് അവരോട് ഒരു തെറ്റും പറയാനില്ല. പക്ഷെ ഈ പറയുന്ന വ്യക്തി ഒരു കാര്യം ചിന്തിക്കണം, അതിന്റെ സമയവും അതിന്റെ കാലങ്ങളും നിങ്ങൾ നോക്കണം. അത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. പിന്നെ വൈറൽ ഫീവർ, ഞാനൊരു കാര്യം പറയാം, ദൈവം എന്റെ കൂടെ ആണെങ്കിൽ അതിനുള്ള തെളിവ് ഞാൻ എടുത്തു വെക്കും. വൈറൽ ഫീവർ ഇപ്പോഴും ഇവൻ അത് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. വല്ല ഇൻഫെക്ഷനും ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. ഞാനായിട്ട് അത് പബ്ലിക്കായിട്ട് ആ ഒരു പേര് പറയുന്നില്ല, ഒരു വേർഡ് പറയുന്നില്ല. ഉറപ്പാ ഞാൻ അതിനുള്ള തെളിവെടുത്ത് വെക്കും. ഇനി ഞാനൊരു കാര്യം, ഞാൻ ഇത് വെല്ലുവിളിയല്ല, ഞാൻ ഉള്ള കാര്യം പറയണ. ഇനി നിങ്ങളെ ഞാൻ ക്ഷമിക്കുക, എനിക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടുക. ഇനി ഒരു വാക്ക് പറഞ്ഞു വന്ന എന്റെ അമ്മയാണ് സത്യം, എന്റെ അമ്മയാണ് സത്യം. എനിക്കിനി ഒന്നും പോകാനില്ല, എനിക്കിനി ജീവിക്കണം എന്ന് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അത്ര എന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം ഞാൻ നിർത്തും, ഉള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഇനി അതിനെന്ത് ശിക്ഷ കിട്ടിയാലും ഞാൻ അത് അനുഭവിക്കാനേ ചെയ്യും. ഇത് ഉറപ്പാണ്, സത്യമായിട്ട് ഞാൻ പറയണ, ഇത് ഉറപ്പാണ്. ഈ ധൈര്യമായിട്ട് പുറത്ത് വിട്. ഇവിടെ എന്ത് സംഭവിക്കുന്നത്? അത്രയ്ക്ക് വലിയ എന്താ പറയണ്ട, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇവിടെ അമൽ ചെയ്ത എത്രയും ഒരു തെറ്റും ആ ഒരു പെൺകുട്ടി ചെയ്തതെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ പിടിച്ച് നിൽക്കാനുള്ള ന്യായീകരണമാണ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ പുള്ളിയുടെ ഒരു ഫേസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണെന്ന്. ഇതിപ്പം വേറെ ഒന്നുമല്ല, ഈ ചാറ്റും കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും കയ്യിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള പൊട്ടിത്തെറിയാണ് നിങ്ങൾ ഈ കാണുന്നത്, അല്ല വേറെ ഒന്നും അല്ലത്. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ അംഗീകരിച്ചിട്ടുള്ള വ്യക്തികളാണ്. ചെയ്യാത്ത തെറ്റുകൾ വരെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇനിയും ഞാൻ കാരണം ഒരാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ അയാൾ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് അത്രയും എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണേ. എന്നെ വെറുതെ ഇതാക്കാൻ നിൽക്കരുത്. ഞാൻ അനുഭവിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇനി എനിക്കിട്ട് ചൊറിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ പറയാം, ഇനി എനിക്കിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പാ കേസും കാര്യങ്ങളായിട്ട് പോവുകയും ചെയ്യും. എനിക്ക് പിന്നെ ഒന്നും ഞാൻ നോക്കത്തില്ല, കാരണം അത്രയും എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ ചെയ്യുമ്പം എന്റെ പേരിലുള്ള തെളിവുകൾ നിങ്ങൾ സത്യമായിട്ട് ഞാൻ തന്നെയാണെന്നുള്ളത് തെളിയിച്ച് അതിനുള്ള തെളിവുകൾ നിങ്ങൾ നിരത്തിയിട്ട് നിങ്ങൾ ചെയ്തോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പറ്റിയിട്ടാണ് അമൽ പറയുന്നത്. ഞാൻ കേട്ട സാധനങ്ങൾ ഒരിക്കലും ഞാനായിട്ട് വന്നിരുന്ന് പബ്ലിക്കിൽ ഇടാത്തതിൻ്റെ കാരണം എന്താ? അത് നാളെ എൻ്റെ നെഞ്ചത്തോട്ട് തന്നെ വരുമെന്ന് നല്ല ബോധമുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന പല ആൾക്കാരും ഇത്രയും തെളിവുകൾ കിട്ടിയിട്ടും മിണ്ടാതിരിക്കുന്നത്. ഒന്നെങ്കിൽ അവരുടെ ആരെങ്കിലും സൈഡിൽ നിന്ന് ഇത് പുറത്തു വരണം, എങ്കിലേ ഇതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് എടുത്തു വെച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അമലിൻ്റെ അടുത്തൊരു കാര്യം പറയാം. അമലിൻ്റെ ഒറിജിനൽ ഐഡിയിൽ നിന്നാണ് അമൽ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും ഒക്കെ. അതൊന്നും ഒരിക്കലും ഫേക്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അമലിന് അഗെയിൻസ്റ്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് കുറേ പെൺകുട്ടികളൊക്കെ വന്ന് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും തെളിവുകൾ അമലിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എന്താണ് വേണ്ടത്? ഇതിൻ്റെ പേരിൽ നീ കൊണ്ടുവന്ന് കേസ് കൊടുക്കാമെന്ന് പോയി കഴിഞ്ഞാൽ എന്തോ ആവാനാ? ധൈര്യമായിട്ട് കൊണ്ടു കൊടുത്തോ. കാര്യം ഈ അമലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സകലമാന തെളിവുകളും നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ തന്നെ വരണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലാണ് ഈ പറയുന്ന പെൺകുട്ടികളെല്ലാം കൊണ്ടുവന്ന് തെളിവുകൾ ഏൽപ്പിച്ചേക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ നീ വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചോ. അതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ ഓർത്തോ, നാളെ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു അവസരം വരാം. ഈ പറയുന്ന എല്ലാവർക്കും ഒരു അവസരം വരാം. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ മാപ്പും പറഞ്ഞിട്ടുണ്ട്. ഈ വ്യക്തികളുടെ അടുത്ത് ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും അനുഭവിക്കുന്നതിനൊരു പരിധി എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് അല്ലാന്ന് പറയാം. എന്റെ എനിക്ക് സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. എനിക്ക് സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. ഒരു പെണ്ണ് വന്ന് പറഞ്ഞ എല്ലാം നിങ്ങൾ സമ്മതിക്കണോ? ഈ ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു പെണ്ണ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുക്കത്തൊന്നുമില്ല. അതിനകത്തൊന്നും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. പക്ഷെ വ്യക്തമായിട്ട് അമലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെളിവും കാര്യങ്ങളും ഉണ്ടായതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മളെല്ലാവരും ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഇത്രയും ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. അല്ലാതെ ഒരു പെണ്ണ് വന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ പല രീതിയിലുള്ള പീഡന കേസും കാര്യങ്ങളൊക്കെ വ്യാജമായിട്ട് കൊടുക്കുന്നുണ്ട് കുറേ പെണ്ണുങ്ങൾ വന്ന്. നമ്മൾ അതിനെതിർത്തല്ലേ വന്ന് സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കും അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഇതിപ്പം കംപ്ലീറ്റ് എവിഡൻസ് നിനക്ക് അഗെയിൻസ്റ്റ് ആണ്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് നീ ആദ്യം പറ. തെറ്റ് പറ്റിയിട്ടുണ്ടല്ലേ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. തെറ്റ് പറ്റിയിട്ടുണ്ട്.
ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നെ വെറുതെ ഞാൻ ഇനി ആളുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. ആൾക്ക് ജീവിക്കാലോ. ഈ ഒരു വീഡിയോ മാത്രം മതി. കാര്യം ഈ വീഡിയോക്കകത്ത് ഇവൻ സ്വന്തമായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നീ കേസെന്നോ കാര്യങ്ങളോ പറഞ്ഞിട്ട് പോയിട്ട് എന്ത് ചെയ്യടാനാണ്? നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക, കുറച്ച് നാൾ കോടതിയും കാര്യങ്ങളൊക്കെ കണ്ട് കയറി ഇറങ്ങി വാ. അല്ലാതെ ഇതിൽ കൂടുതലൊക്കെ നമ്മൾ എന്തോ പറയാനാടേ. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം. എന്തായാലും ഈ ഒരു വിഷയം കഴിവതും വല്ല കേസോ കാര്യങ്ങളോ ആയിട്ടൊക്കെ തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോഷ്യൽ മീഡിയയിലിട്ട് വീണ്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങ് കൊണ്ട് നിൽക്കത്തില്ല, ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കൊണ്ടേയിരിക്കും. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.